ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിലാണ് നിൽക്കുന്നത്. കീഴാറ്റിങ്ങൽ ഭാഗത്താണ്. വാമനപുരം നദിക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന് മുമ്പുള്ള കാഴ്ച കണ്ടായിരുന്നു. കല്ലമ്പലത്ത് നിന്ന് ഈ ഭാഗം വരെയുള്ള കാഴ്ച കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് നേരെ ആറ്റിങ്ങൽ മാമം പാലം വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ ഈ പാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹെഡറുകൾ എടുത്ത് സ്ഥാപിക്കുന്ന പണിയാണ് അടുത്തുള്ളത്. ബാക്കി തൂണും പിന്നെ പിയർ ഗ്യാപ്പും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പിയർ ഗ്യാപ്പാണ് ഇനി ബാക്കിയുള്ളത്. അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഈ ഹെഡറുകൾ സ്ഥാപിക്കുന്നതാണ് അടുത്ത പണി. ഏകദേശം പാലത്തിൻ്റെ പണികൾ നല്ലൊരു ശതമാനം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മാമം പാലം വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ RDS കമ്പനി അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസാണ്. ആറ്റിങ്ങൽ ബൈപ്പാസ് അത്രത്തോളം പണി ആവശ്യമുണ്ട ഒരു ഭാഗമാണ് ആറ്റിങ്ങൽ ബൈപ്പാസ്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ 10-20 ദിവസം മുമ്പ് എടുത്തപ്പോൾ ഉള്ള കാഴ്ച പോലെയല്ല. ഇപ്പോൾ അതിനേക്കാളും വളരെ മികച്ച രീതിയിലുള്ള പണികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അന്ന് മണ്ണ് കൊണ്ടിട്ടേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം ഏകദേശം മണ്ണ് കൊണ്ടിട്ട് ഉറപ്പിച്ച് ലെവലാക്കിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് കാണാൻ സാധിക്കും. അവിടെയൊക്കെ മണ്ണ് ഉറപ്പിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ മേളിൽ വെറ്റിലും ഗ്രാവലൊക്കെ കൊണ്ടിട്ട് ടാറിങ് നടത്തിയാൽ മാത്രം മതി. അത്രത്തോളം പണികൾ ഇവിടെ പുരോഗമിച്ചായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗം നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഇവിടെ കറക്റ്റ് ലെവൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നടക്കുന്നുണ്ടോ? കാരണം അത്രത്തോളം വർക്ക് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ആറ്റിങ്ങൽ ബൈപ്പാസ് നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ കയറി നോക്കുക. ഇതിന് മുമ്പത്തുള്ള വീഡിയോ ആണ്. വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഇപ്പം വരും, അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. വളരെ മികച്ച രീതിയിലുള്ള വർക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത്. ആ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ നമ്മൾ ആ പാലം കഴിഞ്ഞ് വരുന്ന ആ ഭാഗമാണ്. ഈ ഭാഗത്ത് റോഡ് നിരപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേളിലാണ് ഇനി ഗ്രാവലും മെറ്റിലൊക്കെ കൊണ്ടിട്ട് ടാറിങ് ആണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ റോഡ് ഉയരും കേട്ടോ. കാരണം അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കോൺക്രീറ്റ് വാൾ കെട്ടി വെക്കുന്നുണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഉയരും ഈ ഭാഗത്ത്. നമ്മൾ കഴിഞ്ഞ 10-20 ദിവസം മുമ്പ് എടുത്ത വീഡിയോയിൽ ഇവിടെ ഇങ്ങനെ തോണ്ടിയിട്ടേക്കുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ എന്തായാലും അണ്ടർപാസിൻ്റെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് പണികൾ നടക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു അണ്ടർപാസാണ്. ഇവിടെ നേരെ ഇത് കൊല്ലമ്പുഴയാണ് കേട്ടോ. പുതിയ റോഡ് വരുന്നത് നേരെയാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കൊല്ലമ്പുഴ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒന്നും ആയിട്ടില്ല. ഈ റോഡ് ഇങ്ങനെ നേരെയാണ് പോകുന്നത്. ഇതേ ലെവലിലാണ് നേരെ പോകുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ഒരു 150 മീറ്റർ എന്തോ പ്രശ്നമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അവിടെ ഇതുവരെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന നേരെയാണ് റോഡ് പോകേണ്ടത്. $150 മീറ്റർ ഇല്ല, ഒരു 100 മീറ്റർ മാത്രമേ വരൂ. കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു അണ്ടർപാസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അവിടെ കുറച്ചൊരു 100 മീറ്റർ മാത്രം നിർമ്മാണം ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. ബാക്കി എല്ലായിടത്തും ഇതേപോലെയാണ് നിർമ്മാണം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്.
നേരെ അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിൻ്റെ പണി എവിടം വരെ ആയി എന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. നേരെ പോകുന്ന ആറ്റിങ്ങൽ 5 തെങ്ങ് റോഡാണ്. അത് കട്ട് ചെയ്ത് അവിടെ ഓവർപാസ് വരും, അതിൻ്റെ പണി നടക്കുകയാണ്. ബാക്കി വാഹനമൊക്കെ ഇതുവഴി കറക്കിയാണ് അവർ വിടുന്നത്. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓവർപാസിൻ്റെ പണി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ രാമച്ചംവിള എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ വാഹനങ്ങളൊക്കെ ഇതുവഴി കറങ്ങിയിട്ടാണ് പോകുന്നുണ്ടോ. ഇവിടെ ഓവർപാസിന് ആവശ്യമായിട്ടുള്ള ഗഡറുകൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പണികളൊക്കെ വേഗത്തിൽ നടക്കുകയാണ്. നമ്മൾ രാമച്ചംവിള കഴിഞ്ഞ് വരപ്പോൾ ഈ ഭാഗത്തേക്ക് കാഴ്ചകൾ നമ്മൾ മുമ്പേ കാണിച്ചതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ തറ നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഇവിടെ താറിങ് നടക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഭാഗത്തെല്ലാം തറയൊക്കെ നിരപ്പാക്കി ഉറപ്പാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇവിടെ താറിങ് കാണും കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് 2 ഭാഗത്തും താറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. ഈ താറിങ് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. ഉടനെ തന്നെ താറിങ് കാണും. അടിപൊളി അടിപൊളി അടിപൊളിയായി. ഒരുപാട് ദൂരത്തേക്ക് ഇവിടെ താറിങ് പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ മെയിൻ റോഡ് ഉടനെ തന്നെ താറിങ് പൂർത്തിയാവും, തുടങ്ങും. നമ്മൾ മാമം പാലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വളരെ അവസാനിക്കുകയും ഇവിടെ മാമം പാലത്തിൻ്റെ അവിടുത്തുള്ള ക്രഷർ യൂണിറ്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ ക്രഷർ യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഒരുപാട് നെറ്റിലിങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിക്സിങ് യൂണിറ്റ് ഉണ്ട്.
നമ്മൾ വീഡിയോ എടുക്കുന്ന ഞായറാഴ്ചയാണ് കേട്ടോ, അതുകൊണ്ടാണ് വർക്കൊന്നും ഇല്ലാത്തത്. ഞായറാഴ്ച ഈ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. മൊത്തം പൊടിയും വാഹനങ്ങളും ഓട്ടവും ഭയങ്കര ഇതാണ്, അവർക്കൊരു ശല്യമാവും നമ്മൾ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഇറങ്ങി തിരിയും. അവിടെ ഇവിടെ കോൺക്രീറ്റ് ബ്ലോക്കുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ്, ഇഷ്ടം പോലെ ബ്ലോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ മാമൻ പാലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇത് ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് സാമഗ്രികളെല്ലാം ഉള്ള ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഇവിടെ തന്നെയാണ്, കമ്പികളും അതേപോലെ തന്നെ ഇതേപോലെ കോൺക്രീറ്റ് ബ്ലോക്കുകളും ക്രഷർ യൂണിറ്റ്, മിക്സിംഗ് യൂണിറ്റ് എല്ലാം ഈ ഭാഗത്താണ്. എന്തോരം കമ്പികൾ. ഫ്രണ്ട്സ്, നമ്മളെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.